जनक എൻ്റെ പേര് അശ്വതി. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് SNGCയിലാണ്. 2022 ബാച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോഴ്സ് ചെയ്തായിരുന്നു എമേൺസ്റ്റാക്കിൻ്റെ. 7-8 മന്ത്സോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. സെൽഫ് ലേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കി, വീഡിയോസൊക്കെ കണ്ടു, സ്കില്ലുണ്ടാക്കി, പ്രോജക്ട്സും ചെയ്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ പറ്റിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അപ്ലൈ ചെയ്തിട്ടൊന്നും ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്മെക് ലാബ്സിനെ പറ്റി അറിയുന്നത്. സോ എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ അറിയാവുന്നതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് കിട്ടി. അങ്ങനെയാണ് ഞാൻ സ്മെക്കിൽ വന്ന് ചേർന്നത്. സ്മെക്കിൽ ഞാൻ മേൺസ്റ്റാക്കാണ് ചെയ്തത്. ജനുവരി ഫസ്റ്റ് വീക്കാണ് ഞാൻ സ്മെക്കിൽ വന്ന് ചേർന്നത്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഞാൻ പ്ലേസ്ഡ് ആയി. സോ ഒരു 2 മന്ത്സിനുള്ളിൽ ഞാൻ പ്ലേസ്ഡ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു 6 മന്ത്സ് എങ്കിലും മിനിമം വേണ്ടി വരും എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ IT സെക്ഷനായിട്ടുള്ള ഫെഡ്സർവിൽ പ്ലേസ്ഡ് ആയി. എനിക്ക് ഇവിടെ പഠിച്ച കുറച്ച് കുട്ടികളെ അറിയാമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് റിവ്യൂ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചേർന്നത്. ഇവിടുത്തെ ഞാൻ നേരത്തെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ശരിക്കും ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന പോലത്തെ ഒരു വലിയൊരു ബാച്ചായിട്ടായിരുന്നു പുറത്തോട്ട് വരുന്നത്. ഒരു 50-60 സ്റ്റുഡൻസിനെ വെച്ചിട്ട് വലിയ ബാച്ച്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 കുട്ടികളുടെ ഒരു ഗ്രൂപ്പാക്കി അവർക്ക് വേണ്ടി ഒരു ട്യൂട്ടർ എന്നുള്ള രീതിയായിരുന്നു. സോ ഒരു 1-to-1 അറ്റൻഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 6 മന്ത്സ് ഓൾ സിലബസ് കവർ ചെയ്ത് എനിക്ക് പഠിക്കേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ എന്താണോ ഉള്ളത് അത് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം എനിക്കെന്താണോ വേണ്ടത് അതായിരുന്നു എനിക്കിവിടെ പ്രൊവൈഡ് ചെയ്തത്. ഞാൻ എവിടെയാണോ ലാക്ക് ചെയ്യുന്നത് അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതെനിക്ക് സെറ്റ് ചെയ്തെന്ന് എന്നെ ബിൽഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 പേര് ഇരുത്തിയ ഒരു ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പിന് ഒരു ട്യൂട്ടർ എന്ന രീതിയിൽ എല്ലാവർക്കും അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ഒരു 1-to-1 ഇൻട്രാക്ഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഓരോ കുട്ടിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സെൽഫ് ലേൺ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് ജോബ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡ് ലൈൻ ആയിരുന്നു എനിക്കിവിടെ വേണ്ടത്. സോ അതെനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു എങ്ങനെ അപ്ലൈ ചെയ്യണം. ഞാൻ ചേർന്നൊരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മോക്ക് ഇൻ്റർവ്യൂസൊക്കെ കിട്ടി തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. എനിക്ക് മോക്ക് എടുത്തപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ ഹെൽപ്പ് ചെയ്തു. PG കഴിഞ്ഞിട്ട് എനിക്ക് 8 മന്ത്സോളം ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നാൾ ഞാൻ തന്നെ പഠിക്കാൻ വേണ്ടി കുറച്ച് അധികം ടൈം എടുത്തു. അങ്ങനെ ഞാൻ സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു 2 മന്ത്സിനുള്ളിൽ തന്നെ എനിക്ക് പ്ലേസ്ഡ് ആയി. ഞാൻ പഠിച്ചത് മേൺസ്റ്റാക്കാണ്. വേറൊരിലേക്ക് മാറണ്ട എന്നുള്ളൊരു ഇതിൽ മേൺസ്റ്റാക്ക് തന്നെ ഇവിടെ എടുത്തത്. അവിടുത്തെ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബാച്ച് ഒരു 50ഓളം സ്റ്റുഡൻസിനെ വെച്ചിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ മോക്ക് നടത്തിയിരുന്നത്. അപ്പോൾ ഒരു ഡേ മോക്കിന് വേണ്ടി വെച്ചു. അന്ന് വരുന്നവർക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലാത്തവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും പേസിനനുസരിച്ചാണ് ക്ലാസ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ തന്നെ ഞാൻ ഇത്തിരി ഫോർവേഡ് ആണെങ്കിൽ എനിക്ക് മാത്രമായിട്ട് ഒറ്റക്ക് വരെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഫാമിലി സപ്പോർട്ടായിരുന്നു. കോഴ്സ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴും അവർ ചെയ്യാൻ ഫുൾ സപ്പോർട്ടായിരുന്നു. ഒരു 6 മന്ത്സ് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. തന്നെ പഠിച്ചപ്പോൾ ഓക്കെ, ഞാൻ എന്ത് ചെയ്തപ്പോഴും സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. തന്നെ പഠിക്കണമെങ്കിൽ തന്നെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് കിട്ടണില്ല, അപ്പോൾ ഇതിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ ചെയ്ത് നോക്കി കിട്ടും എന്നുള്ളൊരു ഇതായിരുന്നു. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ നമുക്കിവിടെ അറ്റൻഷൻ കിട്ടും. എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്മെക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. ഏത് കോഴ്സ് ചെയ്തു എന്നുള്ളതിലൂടെ കാര്യമില്ല. ഏത് കോഴ്സ് ചെയ്താലും IT ഫീൽഡിലാണെങ്കിൽ നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്ത IT ഫീൽഡിൽ ജോലി കിട്ടും. ജോലി കിട്ടിയപ്പോൾ വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്.